Audi Q7 ഇന്നിപ്പോൾ സെലിബ്രിറ്റീസ് ചോയ്സ് ആയി മാറിയിരിക്കുകയാണ് ഈ വെഹിക്കിള്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലാവട്ടെ മമ്മൂട്ടി, പൃഥ്വിരാജ്, ഇങ്ങനത്തെ സൂപ്പർ സ്റ്റാർസ്, ഇതിന് പുറമെ ബോളിവുഡ്, ഇനി ഏത് ഇൻഡസ്ട്രി എടുത്താലും ഈവൻ ഹോളിവുഡിൽ പോലും സെലിബ്രിറ്റീസിന് ഒരു ചോയ്സ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ Q7. ഇതിന്റെ മെയിൻ റീസൺ എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു പ്രസൻസ് ആണ്. കാരണം ഇതിപ്പോൾ നമ്മൾ റോഡിൽ പോകുമ്പോൾ തന്നെ, എസ്പെഷ്യലി ഈ ഫേസ് ലിഫ്റ്റ് വന്നതോട് കൂടിയിട്ട് ഇതിന്റെ ആ LED ലൈറ്റ്സ് എല്ലാം കാണുമ്പം എല്ലാവരും അറ്റൻഷൻ ഒരു പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ പ്രസൻസ് ഉള്ളത്. പിന്നെ ഈ ഒരു വേരിയന്റിന് ഏറ്റവും അധികം അട്രാക്ഷൻ ഉള്ളത് എനിക്ക് മനസ്സിലായത് ഇതിന്റെ 4.2 TDI എഞ്ചിനാണ്, ദ ലേറ്റസ്റ്റ് V8 എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ. അതിന്റെ പവർ ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. കാരണം ഈ 750 Nm ടോർക്ക് ഉള്ളതുകൊണ്ട്, എസ്പെഷ്യലി നമ്മൾ സിറ്റിയിലും പിന്നെ ഇപ്പം ഈ സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഹൈവേയിലും ഇപ്പം കൊച്ചിൻ ബൈപ്പാസിലെല്ലാം പോകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ഇതിന്റെ ടോക്കാണ്. ആ 750 Nm ടോർക്ക് ശരിക്കും നമ്മൾ ആ പമ്പ് ചെയ്യാൻ ശരിക്കും അറിയും. ഇപ്പം നമ്മൾ ഈ പമ്പിങ്ങിലെല്ലാം ഈ ഒരു ഒരു ഫീലാണ് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് റിയലി എന്തൂസിയാസ്റ്റിക്. പിന്നെ 350 bhp പവറിലുണ്ട്. നമ്മൾ ക്രൂസ് ചെയ്ത് പോകുമ്പോഴെല്ലാം തന്നെ ഹൈവേയിൽ മാക്സിമം സ്പീഡ് എൻജോയ് ചെയ്യാനും നമുക്കൊരു ലോങ് ഡ്രൈവിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. എന്നാൽ നല്ലൊരു ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ ഓടിച്ചു പോകാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് Q7ന്റെ ട്യൂണിംഗ് ഉള്ളത്. പിന്നെ ഒരു അട്രാക്ഷൻ ഉള്ളത് ഇതിന്റെ കംഫർട്ടബിൾ സസ്പെൻഷനാണ്. അത്രയും കംഫർട്ടബിൾ സസ്പെൻഷനാണ് Q7ൽ വന്നിട്ടുള്ളത്. ആമാറ്റിക് സസ്പെൻഷനാണ്. അതിന് ഡാമ്പർ അസിസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഓരോ ഡ്രൈവ് അനുസരിച്ച് നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഹൈവേയിലെല്ലാം പോകുമ്പോൾ നല്ലൊരു കുഷൻ എഫക്റ്റ് ആണ് ഇതിൽ കിട്ടുന്നത്. Enjoy this trip with me. I wanna be your emotion. Be your emotion. ഈ സസ്പെൻഷൻ സെറ്റിംഗ്സിന്റെ കാരണം നമുക്ക് ഒരു നല്ലൊരു സോഫ്റ്റ് ഫീലും, ഇനിയിപ്പം വേണമെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഓഫ് റോഡിംഗ് എല്ലാം ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഹാർഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്ലെക്സിബിൾ സസ്പെൻഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്കൊരു നല്ലൊരു ഫീഡ്ബാക്ക് സസ്പെൻഷൻ അതുകൊണ്ട് കിട്ടുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വേറൊരു അട്രാക്ഷൻ ഉള്ളത് ഇതിന്റെ റിയർ സീറ്റിലുള്ള സ്പേസ് ആണ്. കാരണം ഒരു ലക്ഷറി കാറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും ഒരു സ്പേസ് ആണ് Q7ന്റെ മിഡ് റോ, റിയർ മീൻസ് മിഡ് റോയിൽ വന്നിട്ടുള്ളത്. ഇതിന് 3 റോ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇന്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ കണ്ടു. എന്നാൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് ഇതിന്റെ മിഡ് റോ ആണ്. ആ റിയർ പോർഷനിൽ മിക്കവാറും നമ്മളിപ്പം ഷോഫർ ഡ്രൈവൺ ആയിട്ട് വരുമ്പോഴെല്ലാം മിഡ് റോ ആണ് യൂസ് ചെയ്യുക. അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു Q7നെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ 4.2 ഇറ്റ്സ് ഓൾ ടുഗദർ എ ഗുഡ് ബൈക്ക്. ഐ മീൻ ഇറ്റ്സ് എ ഗുഡ് പാക്കേജ്. നല്ലൊരു സ്റ്റൈലിഷ് വെഹിക്കിളാണ്, നല്ല പ്രസൻസ് ഉണ്ട്. ഇതിലെല്ലാം ഉപരി നമുക്ക് കിട്ടുന്നത് ഇതിന്റെ കംഫർട്ട് റൈഡ്. ഇതിനെല്ലാം ഉപരി എനിക്ക് ഏറ്റവും അട്രാക്ഷൻ ആയി തോന്നിയിട്ടുള്ളത് ഇതിന്റെ 4.2 TDI എഞ്ചിനാണ്. വളരെ പവർഫുൾ എഞ്ചിനാണ്. ശരിക്കും ഒരു എന്തൂസിയാസ്റ്റിക് എഞ്ചിനാണ് ഓടി ഇതിൽ നൽകിയിട്ടുള്ളത്. Q7ലൊരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്, എനിക്ക് ഫീൽ ചെയ്തതല്ല, മൊത്തം ഒന്ന് പറഞ്ഞു കേട്ടത് ഈ ഒരു ഇത്രയും പവർഫുൾ എഞ്ചിന് സഫീഷ്യന്റ് ആയ ബ്രേക്കിംഗ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈവൻ ദോ ഞാനിന്നിപ്പോൾ ട്രയൽ ചെയ്തിട്ടും ടെസ്റ്റ് ചെയ്തിട്ടൊന്നും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഒരു സ്വതവേ പറയുന്നത് കേൾക്കുന്നതും അതാണ്. ബട്ട് എനിക്കൊരു ഡ്രോബാക്ക് ആയി തോന്നിയിട്ടുള്ളത് ഈ പാനോറമിക് റൂഫാണ്. പാനോറമിക് റൂഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലൊരു ഫീച്ചറാണ്. ബട്ട് അതിന് വന്നിരിക്കുന്ന കവർ, അതിനിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ ഒരു നെറ്റ് കവറാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഉള്ളോട്ട് വരുന്ന രീതിയിലുള്ളത്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ചിലപ്പം സണ്ണി ആകുമ്പോൾ നല്ല ഹോട്ടാണ് വരിക. അപ്പോൾ ഇതൊരു ഹാർഡ് കവറിങ് ആയിരുന്നെങ്കിൽ അത്ര ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ അതൊരു ചൂടില്ല ഉള്ളോട്ട് വരാതിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഒരു കേസിൽ പുറമെ നല്ല ചൂടും നമ്മൾ AC യൂസ് ചെയ്യുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും ഉള്ളിൽ കിട്ടുന്നത്. അത് ചിലപ്പം ചിലർക്കെല്ലാം തന്നെ ഹെഡേക്സ് എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഡ്രോബാക്ക് ആയി തോന്നി അതാണ്. ബാക്കി എല്ലാം കൊണ്ടും ഇറ്റ്സ് എ വെരി ഗുഡ് പാക്കേജ് ആൻഡ് വാട്ട് ടു സേ, നല്ലൊരു ഒരു എന്തൂസിയാസ്റ്റിക് വെഹിക്കിൾ തന്നെ വേണമെങ്കിൽ പറയാം. ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ആണ് പിന്നെ വേറെ ഒന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം ഇറ്റ്സ് നോട്ട് എ പ്യൂർ ഓഫ് റോഡ്.
ഈവൻ ദോ ഇറ്റ്സ് എ വെരി ഗുഡ് SUV. കാരണം ഇതിൽ ഡസന്റ് ഹാവ് എ ലോ റേഞ്ച് ഗിയർ സിസ്റ്റം. അതായത് ലോ റേഞ്ചിന് വരുന്ന ട്രാൻസ്ഫർ കേസിന് ഇതിന് വരുന്നില്ല. സോ നോർമലി ദർ ഇസ് എ 4-wheel drive. അത് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു ഓഫ് റോഡിങ്, ഈവൻ നമുക്ക് ഒരു സാൻഡി സ്ഥലത്തോ അല്ലെങ്കിൽ കുറച്ചൊരു മടിയായിട്ടുള്ള സ്ഥലത്തെല്ലാം യൂസ് ചെയ്യാൻ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ ഓഫ് റോഡിങ് നമുക്ക് ഇതിൽ നടത്താൻ പറ്റില്ല. ഈ രണ്ടും ഒരു ഡ്രോബാക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് വെഹിക്കിൾ ആൻഡ് വിത്ത് ദിസ് പ്രൈസിംഗ് ആൻഡ് പാക്കേജ് ഇറ്റ്സ് എ വെരി good buy.